ചെയ്തതൊരു വലിയ തെറ്റാണ്. ശ്യാം, മാഡം ക്യാ ഹുവാ? മുഖത്തൊക്കെ രക്തം. എന്താ പറ്റിയേ? ലീവ് ഇറ്റ്. മാം, എന്നോട് കനിവ് കാണിക്കണം മാം. എന്നെ ദുബായിലേക്ക് അയക്കേ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അവിടെ. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ജീവിക്കും ഞാൻ അവിടെ. ഗോഡ് പ്രോമിസ്. എനിക്ക് ഇവിടെ കിടന്ന് മരിക്കാൻ വയ്യ. ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു മാം. നിന്റെ പേര് ഉപയോഗിച്ച് ആരോ 5 കൊലപാതകം ചെയ്തിരിക്കാൻ. നിനക്കെതിരെ എൻകൗണ്ടർ ഓർഡർ വന്നിട്ടുണ്ട്. പോലീസുകാരുടെ കയ്യിലെങ്ങാനും കിട്ടിയ നീ പിന്നെ ഉണ്ടാവില്ല. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉടനെ പറഞ്ഞയക്കാം. പക്ഷെ അതിനു മുമ്പ് നീ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. എന്താ മാം? എന്ത് ചോദിച്ചാലും ഞാൻ പറയാം. നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിന്റെ ഐഷയെ നീ എന്തിനാ കൊന്നത്? എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്, എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ച് മറ്റൊരുത്തന്റെ കൂടെ കിടക്കുന്നത് കണ്ട ഞാൻ പിന്നെ അവർക്ക് 2 പേർക്കും ഈ ഒരു തെറ്റിന്റെ ശിക്ഷ കൊടുത്തേ പറ്റൂ മാം. ആ ശിക്ഷയാണ് മരണം. ശ്യാം, ഡോക്ടറോടും വക്കീലിനോടും ഒരിക്കലും കള്ളം പറയാൻ പാടില്ലെന്ന്. എന്റെ അവസാനത്തെ ചോദ്യത്തിന് നീ സത്യസന്ധമായി മറുപടി പറയോ? മാം, ജാക്ലിൻ ആരാണ്? മറുപടി പറയ് ശ്യാം. ദുബായിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ആ കമ്പനിയിൽ എന്റെ PA ആയിരുന്നു അവള്. അവളുടെ ബോസ് ആയിരുന്നോണ്ട് അവൾക്ക് എന്നോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഒരുപാട് തവണ പറഞ്ഞ് മനസ്സിലാക്കിയതാ. പക്ഷെ അവൾ അടങ്ങിയില്ല. അധികം വൈകാതെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് തുടങ്ങി. പക്ഷെ അത് ഫിസിക്കലി മാത്രമായിരുന്നു. ഇമോഷണലി ഹാവ് ഓൾവേസ് ലവ്ഡ് ഐഷ. ജാക്ലിൻ വാസ് ജസ്റ്റ് എ ഗേൾ ഫ്രണ്ട്. മോനെ, സകല തെറ്റത്തരവും കാണിച്ചിട്ട് നല്ലവനെ അഭിനയിക്കുന്നു. സർവം പരിശുദ്ധം. ഹരിഭാർഗവ്, റെയിൻബോ ഹൗസ്. ഇതാണ് എന്റെ അമ്മയുടെ വീട്. കം. ഭാർഗവ്, റിയ. റോഹന് സൈക്കോശം കൊന്നു. എന്നെ അവൻ ഉപദ്രവിക്കാൻ വന്നപ്പോ അവനെ കൊന്നു. ആ സൈക്കോശാമിനെ ഞാൻ വെടിവെച്ച് കൊന്നു. റിയ, I killed that bastard. കരയില്ല ചേച്ചി. What? രോഹൻ, വാ ചേച്ചി, നടക്ക. ചേട്ടാ. ഓ ചേട്ടാ, ചേട്ടാ. റോഹൻ, റോഹൻ. സോറി ചേച്ചി, സോറി. ചേച്ചി എത്ര നാളെന്ന് വെച്ചാ രോഹനെ പറ്റി ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്.
വി ഓൾസോ മിസ് റോഹൻ. ഇറ്റ്സ് ബീൻ 6 months. ഇനിയെങ്കിലും മറക്കണം അതൊക്കെ. എല്ലാം മറന്ന് ജീവിച്ചു തുടങ്ങണം. അതൊക്കെ എങ്ങനെയെങ്കിലും മറക്കണം ചേച്ചി. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? എന്തെങ്കിലും പറയേ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഹാവ് സം ബിസ്ക്കറ്റ്സ്. കഴിക്ക്. ചേച്ചി ചേച്ചി ഇങ്ങനെ വാശി പിടിക്കില്ല ചേച്ചി. എന്നാ പിന്നെ കുറച്ച് ജ്യൂസെങ്കിലും കുടിക്കും. ഓക്കെ. ഭാർഗവ്, എവിടെയെങ്കിലും വണ്ടി നിർത്തി ഒരു ജ്യൂസ് വാങ്ങ്. ഓക്കെ. ഒരു ഓറഞ്ച് ജ്യൂസ്. സമയം എത്രയെന്ന് കണ്ടോടി ഉരുമ്പെട്ടോളെ. ഇവിടെ മര്യാദയ്ക്ക് കടയും നോക്കത്തില്ല, അവിടെ വീട്ടിൽ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കത്തില്ല. നീയൊക്കെ എവിടുത്തെ ഭാര്യയാടി? കൊച്ചിനെ താഴെ ഇറക്കി നിർത്തടി. എടീ, എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു 1000 പെണ്ണുങ്ങൾ ക്യൂ നിന്നതാ. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാ അവസാനം ഞാൻ നിന്റെ കഴുത്തി താലി കെട്ടിയത്. എന്റെ ചെരുപ്പൂരി എന്റെ തലക്ക് തന്നെ അടിക്കണം. നാടകം കളി തുടങ്ങിയല്ലേ? ഇവിടെയാണെങ്കിൽ കടയും ഒന്നും മര്യാദയ്ക്ക് നോക്കത്തില്ല, എന്റെ ബിസിനസ് മുഴുവൻ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുക. നശിച്ചവള്. എന്റെ തലയിലെഴുത്ത്. പോയി എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും പണിയെടുത്ത് കാശുണ്ടായിക്കൊണ്ട് വാടി. ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരുന്ന് 3 നേരം വെട്ടി വീഴുകാൻ മാത്രം അറിയാം. ഉരുമ്പെട്ടോളെ.